അതെന്താ സാധനം പറഞ്ഞത് കാണിക്കായിട്ട് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് ഞങ്ങൾ ഫോട്ടോ അല്ല, ഇത് ഞങ്ങൾ ചെറിയൊരു എന്നിട്ട് എന്താണ് വിശേഷം? അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചാൽ മതി. ഒന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുക, ഇന്നത്തെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുക. നിക്കാഹ് കഴിഞ്ഞു രണ്ടാളുടെയും അല്ലേ? അടിപൊളി. നാളെ റിസപ്ഷൻ. അത് കഴിഞ്ഞു. നാളെ ഒരു പരിപാടി കൊണ്ടുണ്ട്, റിസപ്ഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുടുംബനാവാൻ പോവാണ്. എന്താണ് നിങ്ങള് പിന്നെ അറേഞ്ച്ഡ് മാരേജ് തന്നെയല്ലേ? അറേഞ്ച്ഡ് മാരേജ് ആണ്, പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. എങ്ങനെയാണ് പ്രപ്പോസൽ? എങ്ങനെ ആരെ എങ്ങനെ? അല്ല, അത് നമ്മളെ ഒരു താത്ത ഉണ്ട്, നസീർ താത്ത എന്ന് പറഞ്ഞത്. അവര് വഴി ഇവരൊരു അയൽവാസി വഴി അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ചെയ്യണേ ഇയാള്? കഴിഞ്ഞ് നിൽക്കാം. ഹുസ്ന ത്വാലിബ്. ഈ അവിടെ പുറത്താണ്? അല്ല, ഞാനിവിടെ എറണാകുളത്താണ്. പുറത്ത് പോകണം വിചാരിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ്സ് ആണ്. അല്ല, നമ്മള് ഇത് തുടക്കത്തില് ലൈക്ക് അന്ന് 3 മാസം എന്ന് പറഞ്ഞത് പെട്ടെന്നായിരുന്നു. 3 ദിവസം പിന്നെ ഒരു ദിവസം 40 അന്നത്തെ ദിവസം ആവും ചെയ്തു. ഇന്നത്തെ ദിവസം പെട്ടെന്നായി അല്ലേ? 3 മാസം മുന്നെയാണ്. അത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ ആ എക്സാമിന്റെ ഒരു പ്രിപ്പറേഷനും കൂടെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എക്സാം എന്തായാലും പാസ്സായി. അങ്ങനെ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യം, ക്യാപിറ്റൽ തിയേറ്ററിനെ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ക്യാപിറ്റൽ തിയേറ്ററിനെ നമ്മൾ ഒരുപാട് ക്യാമറ ഇതിലൂടെ പോയിരുന്നു. ഓരോരുത്തരുടെ സജഷൻസ് ഇങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞ് എൻ്റെ കാക്ചി ബ്രദർ പറഞ്ഞതായിരുന്നു ക്യാപിറ്റൽ തിയേറ്റർ ഒന്ന് നോക്ക്. അത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ലത്. പിന്നെ നിങ്ങളായിട്ട് സംസാരിച്ചപ്പോഴും കുഴപ്പമില്ല, നിങ്ങൾ നന്നാക്കി ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കി. എന്താണ് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളുടെ ഒരു ക്യാപ്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മൾ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫി സെക്ഷനിൽ ഞാൻ നിൽക്കാത്തൊരു കൂട്ടത്തിലാണ്. നമ്മൾ നിൽക്കുന്ന കൂട്ടത്തിലാണോ അങ്ങനെ? അപ്പോൾ എനിക്ക് ഇതൊരു പുതുമയാണ്. എന്തായാലും കൊള്ളാമായിരുന്നു. ഇനി ബാക്കിയുള്ള ഫോട്ടോസും കാര്യങ്ങളും വരുമ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നിപ്പോൾ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് അയച്ചു തരും, പിന്നെ ഒരു കപ്പിൾ റീൽ ഇന്ന് സെറ്റാക്കി തരും. നാളത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നാളത്തെ അതേപോലെ കുറച്ച് ഫോട്ടോസും കപ്പിൾ റീലും തരും. പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടീസറും ഒരു പ്രൊമോ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഹാപ്പിയാണ്? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ, ഉഷാറായിട്ട് പോട്ടെ. നാളത്തെ റിസപ്ഷനിലേക്ക് ഞാൻ എത്തുന്നുണ്ടാവില്ല, കാരണം ഞാനൊരു 9 വർഷം മുന്നേ കല്യാണം എടുത്ത ചെക്കൻ്റെ അനിയൻ്റെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് ഏൽപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തായാലും വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവരുണ്ടാവും, താഹിറും സഹലും അവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ടീമിൽ നിങ്ങൾ ഹാപ്പി അല്ലേ, സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പോൾ നാളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അവിടെ കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടിയില്ല. അവിടെ വെച്ചാൽ കുറച്ച് പെട്ടെന്ന് പോരണം എന്നുള്ളതുകൊണ്ട് അതെ. ഇനിയിപ്പോൾ നമുക്ക് നാളെ നമുക്ക് മാക്സിമം നന്നായിട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ രാവിലെ രണ്ടാളും 9:30 മണിയാകുമ്പോൾ ഷാർപ്പ് റെഡി ആവണം. 11 മണിക്കല്ലേ? 9:30 മണിക്ക് നിങ്ങൾ റെഡി ആയിട്ട് നമുക്ക് കുറച്ച് കപ്പിൾ ഷൂട്ട്, നിങ്ങൾ ആ ഫ്രഷ്നെസ്സിൽ തന്നെ കുറച്ച് എത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഇപ്പോൾ നിങ്ങൾ ഇന്ന് ടയർഡാണ് സ്വാഭാവികമായിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇനി നാളെ ഇതേമാതിരി വേണ്ട. അപ്പോൾ നാളെ ഒരു 9:30 മണി മുതൽ ഒരു 10:30 മണി വരെ 1 മണിക്കൂർ ഷൂട്ട്. നിങ്ങൾ രണ്ടാളും ബ്യൂട്ടീഷ്യനോട് മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയണം 9 മണിക്ക് ഫോട്ടോഗ്രാഫർ വരുന്നുള്ളത്. അപ്പോൾ 9:30 കേട്ടോ. എന്നിട്ട് രണ്ടാളും റെഡി ആയിട്ട് ചെക്കന്മാർ വരും. നമ്മൾ ഓരോ കൂടെ മാക്സിമം കോർപ്പറേറ്റ് ചെയ്യാം. ഒരു 11 മണിയാകുമ്പോൾ നമുക്ക് ഹോളിൽ പോയിട്ട് ഹോളിൽ നിന്നുള്ളൊരു കപ്പിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരുപാട് നന്ദി. കാണാം. ഓക്കെ, എല്ലാം ഉഷാറാക്കിയിട്ട് നമ്മൾ കയ്യിൽ തരാം. ഓക്കെ, താങ്ക് യു.